നേരത്തെ പറഞ്ഞെന്താണ് 6 പഠിക്കൂന്നാണ് അപ്പം നമ്മൾ പറഞ്ഞത്. അപ്പം ഞാനിവിടെ ഒരു കാര്യം എഴുതിക്കൊണ്ട് നിൽക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ മൾട്ടിപ്ലിക്കേഷൻ എഴുതുവാണ്. ഞാൻ സ്പീഡിലാണ് എഴുതുന്നത്. അതുപോലെ നിങ്ങളും കുറച്ച് കഴിയുമ്പോൾ എഴുതണം. അതായത് എൻ്റെ അടുത്തല്ല, എക്സാമിൽ ഇതുപോലെ സ്പീഡിൽ എഴുതാൻ പഠിക്കണം. അപ്പൊ നമ്മള് ഇത് ഞാൻ ഇത്ര പെട്ടെന്ന് എഴുതി കഴിഞ്ഞു. അപ്പൊ നമ്മള് 6ന്റെ ടേബിൾ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ 1 × 6 = 6. 6. 1 × 6 എത്രയാണ്? 6. 2 × 6 = 12. 12. 3 × 6 = 18. 80. 4 × 6 = 24. 24. 5 × 6 = 30. 30. അത് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി സമയമില്ല, കുറച്ച് രാത്രിയായി, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ എടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്പീഡിൽ എടുക്കുവാണേലും നിങ്ങളത് കേട്ട് നന്നായിട്ട് പഠിക്കണം. ഞാൻ ചിലപ്പോൾ സ്പീഡിൽ എടുക്കുന്ന എന്താ എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കത് അറിയില്ല. ഞാനിപ്പോൾ 6 എത്തി, 4 എത്തിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നു. 4 മുതൽ തുടങ്ങുകയാണ്. 4 × 6 = 24. 24. 5 × 6 = 30. 30. 6 × 6 = 36. 36. 7 × 6 = 42. 42. 8 × 6 = 48. 48. 9 × 6 = 54. 54. 10 × 6 = 60. 60. അടുത്ത നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അടുത്ത നമ്മൾ 5ന്റെ ടേബിൾ ആണ് പഠിക്കുന്നത്. 5ന്റെ സിമ്പിൾ ആണല്ലോ. 1 × 5 = 5. 5. 2 × 5 = 10. 10. 3 × 5 = 50. 4 × 5 = 20. 20. 5 × 6 എത്രയാ? വേഗം പറ. നിങ്ങൾ പറ, എന്നിട്ട് ഞാൻ പറയാം. നിങ്ങൾ വേണ്ടി ഞാൻ പറയാം. അപ്പൊ 5 × 5 എത്രയാണ്? ആർക്കെങ്കിലും അറിയോ? 25 മക്കളെ. 6 × 5 = 30. 30. 7 × 5 = 35. 8 × 5 = 40. 9 × 5 = 45. 10 × 5 = 50. അപ്പം ഞാൻ നോട്ടിൽ എഴുതുന്ന എനിക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ഞാൻ ചില സമയത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ ഏതാ പറഞ്ഞതെന്ന് മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ആദ്യം മുതൽ തുടങ്ങും. അപ്പോൾ സമയം കളയരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ന്റെ ടേബിളാണ്. നന്നായിട്ട് പഠിക്കുക. അപ്പം ഞാൻ ഇത്ര സ്പീഡിൽ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ രാത്രിയായി. ഞാൻ രാത്രി ഇട്ടതാണ്. അപ്പോൾ കുറേ രാത്രിയായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ലാസ് എടുക്കുവാണ്. നിങ്ങളാരും ഒന്നും കരുതൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ നേരത്തെ എടുത്തപ്പോൾ കുറേ സമയം എടുത്തായില്ലേ. അപ്പോൾ ചിലപ്പോൾ ഞാൻ രാത്രിയല്ല കേൾക്കുന്നത്, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങളെല്ലാം രാത്രിയും കേൾക്കുവാണെങ്കിൽ ഉറക്കം വന്നാലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇടുവാണേ. അപ്പം നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് 4ൻ്റെയാണ്. 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫുള്ള് നമ്മൾ പഠിക്കും. നമ്മൾ 1 മുതൽ 10 വരെ മൊത്തം അടിച്ച് ഒരു തൂത്ത് പഠിക്കും. നമ്മൾ ഒരു ചവറ് പോലും ഉണ്ടാവാതെ പിടിക്കും, പൊളിക്കും. അപ്പം നമ്മൾ 4ൻ്റെയാണ് പഠിക്കാൻ പോകുന്നത്. 1 × 4 = 4. 4. അപ്പോൾ 4ആണ് 1 × 4. 1 × 4 = 4. അപ്പോൾ നമ്മൾ എവിടം വരെ പഠിച്ചേ? 1 × 4 = 4.
അതായത് 1 × 4 = 4. 2 × 4 = 8. ഇൻറ്റു ആണ്. നിങ്ങളൊരു പ്ലസ് എന്നൊന്നും കരുതരുത്. നിങ്ങൾ ചിലപ്പോൾ 2ാം ക്ലാസ്സിലൊക്കെ അതായിരിക്കും പഠിച്ചത്. 3ാം ക്ലാസ്സിലാണ് ഇങ്ങനെയൊക്കെ വരിക. 4 ആകുമ്പോൾ വലുതായിരിക്കും വരിക. അപ്പോൾ 2 × 4 എത്രയാ? 8. 3 × 4 എത്രയാ? 12. 12. 4 × 4 എത്രയാണ്? 16. 60. അതാണ് 4 × 4. എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ 5 × 4 എത്രയാണ്? 20. 2 0. അതായത് 20. 2 0 20. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 12 നിങ്ങൾ നേരത്തെ അതാണ് ഉദ്ദേശിച്ചത്. 6 × 4 = 24. 6 × 4 = 24. 7 × 4 = 28. 24 28. 6 ഉം 7 ഉം 24 28. 6 ഉം 7 ഉം സോറി 4 ആയി. 8 × 4 = 32. 32. 9 × 4 = 36. 36. 10 × 4 = 40. 10 × 4 = 40. 40. ഞാൻ 40 എന്ന് പറഞ്ഞു പോയി. 40 ആണ് ആൻസർ. ഞാൻ അറിയാണ്ട് 40 എന്ന് പറഞ്ഞു പോയാൽ ക്ഷമിക്കണം. പിന്നെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? നമ്മൾ അടുത്തത് ഏത് പഠിക്കും? നമുക്ക് 3ൻ്റെയും 2ൻ്റെയും 1ൻ്റെയും ആണ് ഇനി പഠിക്കേണ്ടിയുള്ളൂ. അപ്പോൾ നമുക്കിനി 3 പഠിക്കേണ്ടിയുള്ളൂ. അപ്പം നമുക്ക് അത് പഠിക്കണ്ടേ? ഓക്കെ, ഇപ്പം പഠിപ്പിക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് പഠിക്കണം. അതായത് ചിലപ്പോൾ രാത്രിയൊക്കെ ആവും നിങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് നോട്ട് എഴുതണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഞാനിവിടെ പാവം കിടന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഉപകാരമൊന്നും ഇല്ലാണ്ടായിപ്പോവും. നിങ്ങൾ കൈവച്ച് അവിടെ ഒന്ന് തോണ്ടിയാതായിക്കോളും. അപ്പോൾ ഒന്ന് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ 1 × 3 എത്രയാ? 3. നമ്മൾ മുമ്പും പഠിച്ചതാണ്. 1 × 3 = 3. അപ്പോൾ 2 × 3 = 6. 6. അപ്പോൾ 1 × 3 = 3. 2 × 3 = 6. അതാണ് ആൻസർ. 3 × 3 = 9. 3 × 3 = 9. എല്ലാവരും ഓർത്ത് വെക്കുക. 3 × 3 = 9. അപ്പോൾ അതായി. 4 × 3 = 12. 4 × 4 × 3 = 12. 5 × എത്രയായിരിക്കും? 5 × 3 50. 15 ആണ് 5 × 3. 6 × 3 = 80. 18. 1 8. 7 × 3 = 21. 21. 8 × 3 = 24. 24. 2 4. 9 × 3 = 27. 2 7. 27. 10 × 3 എത്രയാ? 30. 30. അതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? 2ൻ്റെയാണ്. 2ൻ്റെയും 1ൻ്റെയും. അപ്പോൾ നമുക്കത് പഠിക്കാം. അതിന് മുമ്പ് ഞാനിവിടെ 1 2 3 നിർത്തേ, അല്ലെങ്കിൽ എനിക്കൊരു തപ്പൽ വരും.
2 2 2 into 2 is equal to 4 4 3 into 2 is equal to 6 6 4 into 3 is equal to 8 സോറി 3 അല്ല 2 ആണ്. ചിലപ്പോഴൊക്കെ 3 എന്ന് പറഞ്ഞു, നേരത്തെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് 3 എന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ 3 into അല്ല അതെ അല്ല 6 അല്ല നമ്മളിപ്പോൾ പറഞ്ഞേ. ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് മൊത്തം കൺഫ്യൂഷൻ ആയത. അപ്പോൾ 6 into ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് 5 മുതൽ കേൾക്കണമെങ്കിൽ 5 മുതൽ പറയാം. 5 into 2 is equal to 10. 5 into 2 is equal to 10. 1 0 10. 6 into 2 is equal to 12. 1 2 12. 7 into 2 is equal to 14. 1 4 14. 8 into 2 is equal to 60. 16. 1 6. 9 into 2 is equal to 80. 1 8. 80 18. 10 into 2 is equal to 20. 20 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് 1 പഠിക്കണ്ടേ. 1 into 1 is equal to 1. 2 into 2 is equal to 2. അപ്പോൾ 1 വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ തുടക്ക 1 ആൻസർ, അതായത് നിങ്ങൾക്ക് 1 ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ പ്ലസ് ചെയ്ത് പോയാൽ മതി. അതായത് 1 into 1 is equal to 1. 2 into 1 is equal to 2. അങ്ങനെ 3 4 5 6 അങ്ങനെ നിങ്ങൾക്ക് 1 ഏതാണോ വരുന്നത്, അതായത് 1 into 5 ആണേലും 1 into 8 ആണേലും ആ 8 ആണ് ആൻസർ. അതായത് 1 into 8 അപ്പോൾ അതിൻ്റെ 8 ആണ് ആൻസർ. ആരും മറക്കരുത്, വളരെ സിമ്പിളാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷെ പഠിക്കുമ്പോൾ കുറച്ച് പാടാണ്, പിന്നെ അത് മറക്കൂല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ബുക്ക് തുറന്ന് നോക്കുവാണെങ്കിൽ മറക്കൂല. ബുക്ക് തുറന്നില്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ്. അതായത് ഈ വീഡിയോ കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ 5ാം ക്ലാസ്സുകാരാണ് ഇതിനകത്ത് വരേണ്ടത്. കാരണം എന്താണ്, നിങ്ങൾക്ക് ചേട്ടന്മാരോ ചേച്ചിമാരോ 5ാം ക്ലാസ്സിലുണ്ടെങ്കിൽ അവരെ വിളിക്കുക, ES വ്ളോഗിലെ ചാനലിൽ വരാൻ പറയാം. എന്നിട്ട് എങ്ങനെയാണ് സ്ക്വയർ വരയ്ക്കേണ്ടതെന്നും സർക്കിൾ വരയ്ക്കേണ്ടതെന്നും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, ബൈ ബൈ.